നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. സംസ്ഥാന ഹോട്ടി മിഷന്റെ കൂൺ ഗ്രാമം പദ്ധതി മണ്ണുത്തി കർഷക ഭവനിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. BJP നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സമർപ്പിച്ച അപകീർത്തി കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കോടതി ജാമ്യം അനുവദിച്ചു. നടത്തറ പഞ്ചായത്തിൽ സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് നിർവഹിച്ചു. കോരംകുളം മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇല്ലം നിറ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ഹോട്ടി മിഷന്റെ കൂൺ ഗ്രാമം പദ്ധതി മണ്ണുത്തി കർഷക ഭവനിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലുക്കര കാർഷിക ബ്ലോക്കിന് കീഴിൽ കൂൺ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതോടെ കർഷകർക്ക് അധിക വരുമാനം ലഭിക്കുന്നതിനുള്ള അവസരം കൈവരുമെന്ന് മന്ത്രി രാജൻ പറഞ്ഞു. ചെറുകിട കൂൺ കൃഷി ഉൽപാദക യൂണിറ്റുകൾ, വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൂൺ ഉൽപാദക യൂണിറ്റുകൾ, കൂൺ വിത്ത് ഉൽപാദക യൂണിറ്റുകൾ, കമ്പോസ്റ്റ് യൂണിറ്റുകൾ മുതലായവ കൂടി ആരംഭിക്കുന്നതോടെ നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ തുറന്നുകിട്ടുമെന്നും മന്ത്രി പറഞ്ഞു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൃഷി ഓഫീസർ MD അനൂപ് പദ്ധതി വിശദീകരിച്ചു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ, പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, മാടക്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുമിനി കൈലാസ്, പന്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ, ഡോക്ടർ TS സന്ധ്യ, ഡോക്ടർ B പുഷ്പലത തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാനിക്കര കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CF ഗ്ലീന മേരി കൂൺ കൃഷി പരിശീലന ക്ലാസ് എടുത്തു. ഫ്രാൻസിന ഷാജു സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ VM രമ്യ നന്ദിയും പറഞ്ഞു. നമ്മൾ വാഴത്തണ്ടിൽ കൂൺ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം നേരത്തെ നടത്തിയതായും അത് നേരത്തെ പോയി കണ്ടതായിട്ടുമുള്ള ഒരു ഓർമ്മ എനിക്ക് ആ ഘട്ടത്തിലുണ്ട്. ഞാനതും ഇവിടെ സൂചിപ്പിക്കുക. പിന്നെ കൂൺവിത്തിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ വിത്ത് വിന്യാസം, പരിചരണം, വിളവെടുപ്പ് എന്നീ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾക്ക് കൂൺ രംഗത്തും മറ്റെല്ലാ രംഗത്തെയും പോലെ നമ്മൾ അവസരമുണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസ്സിൽ അതിവിടെ സൂചിപ്പിച്ചു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂണിനെ അടിസ്ഥാനമാക്കി മറ്റെല്ലാ പ്രോഡക്റ്റുകളെയും പോലെ, മറ്റെല്ലാ വിളകളെയും പോലെ അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട്. കൂണിൻ്റെ സൂപ്പുണ്ട്, കൂണുമായി ബന്ധപ്പെട്ട ബിസ്ക്കറ്റുകളുണ്ട്, കൂണിൻ്റെ പൊടിയുണ്ട്. യഥാർത്ഥത്തിൽ കൂൺ ഉത്ഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ വിളവെടുപ്പ് കാലം വരെ വിവിധങ്ങളായ തരത്തിൽ വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണവും സൂക്ഷിക്കലും സംസ്കരണവും ഉൽപ്പാദന രംഗത്തെ വൈവിധ്യവൽക്കരണവും ഉൾപ്പെടെ വളരെയേറെ ശ്രദ്ധ ചെലുത്തി അവതരിപ്പിക്കേണ്ടതാണ്. കൂൺ കൃഷിയുടെ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സിൽ നിങ്ങളോട് അത് സൂചിപ്പിച്ചു കാണും, അല്ലെങ്കിൽ സൂചിപ്പിക്കും. അപകീർത്തി കേസിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ജാമ്യം. BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ സമർപ്പിച്ച മാനനഷ്ട കേസിലാണ് MV ഗോവിന്ദനെ തൃശൂരിലെ കോടതി ജാമ്യം നൽകിയത്. ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനെതിരെ ഉന്നയിച്ച ആരോപണത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കേസ്. ഭരണഘടന മാറ്റി മനുസ്മൃതി നടപ്പിലാക്കണമെന്നും ഇന്ത്യൻ ഭരണഘടന കത്തിക്കണമെന്നും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നതായിരുന്നു MV ഗോവിന്ദന്റെ ആരോപണം. എന്നാൽ അഭിഭാഷകനായ താൻ അത്തരമൊരു പ്രസ്താവന ഇറക്കില്ലെന്നും ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള തനിക്ക് ഇത്തരമൊരു പ്രസ്താവന ഇറക്കാൻ കഴിയില്ലെന്നുമാണ് B ഗോപാലകൃഷ്ണൻ വാദിച്ചത്. MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ മാനനഷ്ട കേസും അദ്ദേഹം നൽകി. കേസിൽ കോടതിയിൽ ഹാജരായ MV ഗോവിന്ദന് ജാമ്യം ലഭിച്ചു. കേസുമായി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ പരസ്യമായി മാപ്പ് പറയണമെന്നും B ഗോപാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. പറഞ്ഞ കാര്യങ്ങളിൽ അതിനെ സംബന്ധിച്ച് BJP എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് ഈ ഭരണഘടന വേണ്ടെന്നാണ്. അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്, നാളെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ
ഒരു പുതിയ ഭരണഘടന വേണം. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അല്ലാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ട ഈ ഭരണഘടനയെ RSS അന്നും അംഗീകരിക്കില്ല, ഇന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നില. അല്ല, BJPക്കാരെല്ലാം പറയുന്നില്ല. പിന്നെ ഏതെങ്കിലും ഗോപാലകൃഷ്ണൻ പറയേണ്ട കാര്യം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അത് കേസിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തു. കൈലാസനാഥ വിദ്യാനികേതനിൽ സംസ്കൃത ദിനാചരണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനും കേരളവർമ്മ സംസ്കൃത വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ പ്രിൻസിപ്പൽ അനിത S, സംസ്കൃത അധ്യാപികമാരായ സൗമ്യ S നായർ, ലക്ഷ്മി ശ്രീജിത്ത്, അഡ്മിനിസ്ട്രേറ്റർ സോനു തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളിൽ കൂടിയാട്ടത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി കൊടുക്കുന്നതിനായി കൂടിയാട്ടം ശില്പശാല നടത്തി. പ്രഥമ വനിതാ കൂടിയാട്ട കലാകാരിയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീമതി കലാമണ്ഡലം ഗിരിജയുടെ നേതൃത്വത്തിലായിരുന്നു കൂടിയാട്ടം അരങ്ങേറിയത്. കോർഡിനേറ്റർ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ ചടങ്ങിൽ സംബന്ധിച്ചു. കലാമണ്ഡലം സജിത, കലാമണ്ഡലം അമൃത മിഴാവ്, കലാമണ്ഡലം വിവേക്, കലാമണ്ഡലം വിജയ് താളം, കലാമണ്ഡലം വിജിത ഇടയ്ക്ക എന്നിവരായിരുന്നു അരങ്ങത്ത്. കലാമണ്ഡലം സുഹാസ് കൂടിയാട്ടം ഭവഭൂതിയുടെ ഉത്തരരാമചരിതം എന്ന സംസ്കൃത നാടകത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. ലോക പൈതൃകമായിരുന്ന യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അഭിനയ കലയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനെ കൂടിയാട്ടത്തിനെ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നുവെന്ന് കലാമണ്ഡലം ഗിരിജ കുട്ടികളോട് പറഞ്ഞു. കൂടിയാട്ടത്തിന്റെ ചരിത്രം, കൂടിയാട്ടത്തിലെ പ്രധാന ചടങ്ങുകൾ, അരങ്ങിലെ പ്രത്യേകതകൾ, ചതുർവിധ അഭിനയം, അഭിനയ പ്രകാരങ്ങൾ, കൂടിയാട്ടത്തിൽ സ്ത്രീകൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവുകൾ പകർന്നു നൽകുവാൻ സഹായകരമായിരുന്നു കൂടിയാട്ടക്കളരി. വനവാസത്തിന് ശേഷം തിരികെയെത്തിയ ശ്രീരാമചന്ദ്രനെ പട്ടാഭിഷേകം, സീതാപരിത്യാഗം, സീതയുടെയും ലവകുശന്മാരുടെയും പുനഃസമാഗമവും വളരെ ഭംഗിയായി കുട്ടികളിൽ എത്തിക്കുവാൻ കലാകാരന്മാർക്ക് കഴിഞ്ഞു. നടത്തറ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണം വിതരണം ആരംഭിച്ചു. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PK അഭിലാഷ്, പഞ്ചായത്ത് അംഗം സരിത സജീവൻ, സ്കൂൾ പ്രധാനാധ്യാപിക വാഹിദ KS, സ്കൂൾ PTA പ്രസിഡന്റ് രാജേഷ്, OSA ഭാരവാഹികളായ T ഉണ്ണികൃഷ്ണൻ, EV മോഹനൻ, വിമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ മൂർക്കനിക്കര, ആശാരിക്കാട് എന്നീ ഗവൺമെന്റ് സ്കൂളുകളിലെ 433 കുട്ടികൾക്കാണ് പ്രഭാത ഭക്ഷണം നൽകുന്നത്. വെള്ളയപ്പം, ഇഡ്ഡലി, ദോശ, പൂരി, പുട്ട്, ചപ്പാത്തി എന്നീ വിഭവങ്ങളാണ് വ്യത്യസ്ത ദിവസങ്ങളിലായി നൽകുന്നത്. ഈ വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. തുടർച്ചയായ 6ാം വർഷമാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് രാവിലെയുള്ള തിരക്ക് പിടിച്ച യാത്രയ്ക്കിടയിൽ പ്രഭാത ഭക്ഷണം എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. അത്
ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികൾക്ക് പലതരത്തിലുള്ള ക്ഷീണം, അസംബ്ലി കൂടി കഴിയുന്നതോടുകൂടി കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ക്ഷീണവും തളർച്ചയും അല്ലെങ്കിൽ പഠനത്തിന് ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ ആയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഊർജ്ജസ്വലരായി കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഭാത ഭക്ഷണം വിദ്യാലയത്തിൽ തന്നെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുഴുവൻ കുട്ടികളും പ്രഭാത ഭക്ഷണം ഈ പദ്ധതിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നല്ല രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പദ്ധതി കൂടുതൽ വിജയകരമായി നടപ്പാക്കുന്നതിൽ എല്ലാവരും സഹകരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ ഓഗസ്റ്റ് 22-ന് മെമ്പർമാരുടെ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ട ആ നാട് തിരിച്ചു പിടിക്കുവാൻ ഉറ്റവർ കൂടെയുണ്ടെന്ന് കാട്ടിക്കൊടുക്കുവാൻ ബസ് ഉടമകളും തൊഴിലാളികളും വയനാടിന്റെ കൂടെ അണിനിരക്കുകയാണ്. പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിക്കുന്ന എല്ലാ മാന്യയാത്രക്കാരും കഴിയും വിധം സഹകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ MS പ്രേംകുമാർ, KK സേതുമാധവൻ, KS ഡൊമിനിക്, ബാലകൃഷ്ണൻ നായർ, AV നൌഫൽ, VV അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടിലപ്പുവം കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം മാണിക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാ മോഹൻ നിർവഹിച്ചു. മീറ്റിംഗിൽ KSS പ്രസിഡന്റ് ശ്രീ ലാലു വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യപ്രഭാഷണം KSS സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ മോഹൻദാസ് നടത്തി. ജോയിന്റ് സെക്രട്ടറി ശ്രീ ശ്രീജൻ വെണ്ണുകാരൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി സാജൻ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ശ്രീമതി മണിരാജൻ ആശംസ അർപ്പിച്ചു. ശ്രീമതി ത്രേസ്യ ദേവസി നന്ദിയും പറഞ്ഞു. സ്നേഹവിരുന്നോടെ യോഗം അവസാനിച്ചു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കാത്തലിക് സിറിയൻ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ യോഗം ഓഗസ്റ്റ് 22-ന് സാഹിത്യ അക്കാദമിയിൽ MLA B. ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. K. ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തും. E. ജോൺ ജോസഫ്,
PRRS അയ്യർ, റാഫി കുഞ്ഞാപ്പു, എൽ റപ്പായി തുടങ്ങിയവർ സംസാരിക്കും. ഉദയകക്ഷി കരാറുകൾ നടപ്പിലാക്കുക, റിട്ടയർ ചെയ്തവർക്ക് 100% DA നടപ്പിലാക്കുക, റിട്ടയർ ചെയ്തവർക്ക് പുതുക്കിയ അലവൻസ് അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ നേതാക്കൾ ഉന്നയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഇ ജോൺ ജോസഫ്, PRRS അയ്യർ, എൽ റപ്പായി, ND നന്ദകുമാർ, വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 42 ലക്ഷത്തിലധികം വില വരുന്ന വാക്സ് ഗോൾഡ് കവർച്ച കേസിലെ ഒരാൾ കൂടി അറസ്റ്റിൽ. തൃശൂരിൽ ലോഡ്ജിൽ വെച്ച് 2 പേരെ ആക്രമിച്ച് 42 ലക്ഷത്തിലധികം രൂപയുടെ വാക്സ് ഗോൾഡും പണവും മറ്റും കവർച്ച നടത്തിയ കേസിലെ പരപ്പനങ്ങാടി ചാപ്പടി ബീച്ച് സ്വദേശിയായ കൃഷ്ണപ്പറമ്പിൽ വീട്ടിൽ ഇക്ബാലിനെയാണ് ഈസ്റ്റ് പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ 5 പ്രതികളെ മുൻ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിലെ മറ്റു പ്രതികളെ പിടികൂടുവാനുള്ള ഊർജിത പരിശോധനയിൽ അന്വേഷണ സംഘം പരപ്പനങ്ങാടിയിൽ നിന്നും പ്രതിയെ കണ്ടെത്തുകയായിരുന്നു. മലപ്പുറം, പരപ്പനങ്ങാടി എന്നീ സ്റ്റേഷനുകളിലായി 5ഓളം കേസുകളിൽ പ്രതിയാണ് ഇക്ബാൽ. കത്തികൊണ്ടു കുത്തിയും ആക്രമിച്ചും പരിക്കേൽപ്പിച്ച് ആലുവ സ്വദേശികളിൽ നിന്നാണ് പ്രതികൾ ഗോൾഡ് വാക്സും പണവും കവർന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ R IPSന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, തൃശൂർ ACP സലീഷ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജെജോ MJ എന്നിവരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൂരജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക്, അജ്മൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. അതിപുരാതനമായ കോരംകുളം മഹാവിഷ്ണു ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചിങ്ങം 2 ഞായർ രാവിലെ 7:30 മുതൽ 10:30 വരെയുള്ള സമയത്ത് ആഘോഷിച്ചു. ഇല്ലം നിറ ചടങ്ങുകൾക്ക് തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലക്കാട്ടിരി ശങ്കരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ശക്തി പ്രസാദ് തിരുമേനി തുടങ്ങിയവർ സഹകാർമ്മികരായി. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്കു ശേഷമാണ് ഇല്ലം നിറ ചടങ്ങുകൾ ആരംഭിച്ചത്. ഞാറ്റുവിളക്കിന്റെയും അഷ്ടമംഗല്യത്തിന്റെയും ശംഖനാദത്തിന്റെയും നാമജപത്തിന്റെയും അകമ്പടിയോടുകൂടി കതിർക്കറ്റകൾ ആൽത്തറയിൽ നിന്ന് എഴുന്നള്ളിച്ച് ക്ഷേത്ര പ്രദക്ഷിണം വെച്ച് വലിയമ്പലത്തിലെത്തിച്ച് പൂജകൾ ആരംഭിച്ചു. ആദ്യം വിഷ്ണു ഭഗവാനെയും ശേഷം ശ്രീ ഭഗവതിയെയും സങ്കല്പിച്ച് പൂജിച്ച് അപ്പം, അട, പാൽ, പായസം എന്നിവ വിശേഷമായി നിവേദിച്ച് പ്രീതിപ്പെടുത്തിയ ശേഷം പൂജിച്ച കതിരുകൾ ഭക്തജനങ്ങൾക്ക് വീടുകളിൽ വെക്കുന്നതിനായി നൽകി. CV ശ്രീരാമന്റെ ഓർമ്മയ്ക്കായി അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ 15ാമത് അയനം അവാർഡ് മനോജ് R ചന്ദ്രന്റെ കാലൊടിഞ്ഞ പുണ്യവാളൻ എന്ന പുസ്തകം അർഹമായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലൊടിഞ്ഞ പുണ്യവാളൻ എന്ന കഥയിൽ വിശ്വാസവും ജീവിതം കൂടിക്കലരുന്ന നഷ്ടബോധ്യത്തെക്കുറിച്ചുള്ള ഒരു വ്യസന സങ്കീർത്തനം പോലെ രചിക്കപ്പെട്ട ഈ കഥ സമീപകാലത്ത് മലയാളത്തിലുണ്ടായ ഏറ്റവും മികച്ച കഥയാണ് കാലൊടിഞ്ഞ പുണ്യവാളൻ. ഓഗസ്റ്റ് 30-ന് 5 മണിക്ക് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ പുരസ്കാരം സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ E സന്തോഷ് കുമാർ, CS ചന്ദ്രിക, വിജേഷ് എടക്കുഞ്ഞി, PV ഉണ്ണികൃഷ്ണൻ, ഹാരിഷ് റോക്കി തുടങ്ങിയവർ പങ്കെടുത്തു. CPI പുത്തൂർ, കൈനൂർ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2021-24 ബാച്ചിലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ പുത്തൂർ സ്വദേശിനി അഞ്ജന TR-നെ ആദരിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ കൈനൂർ തച്ചമ്പാറ വീട്ടിൽ രവി, സരിത ദമ്പതികളുടെ മൂത്ത മകളാണ് അഞ്ജന. CPI ഒല്ലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കനിഷ്കൻ വല്ലൂർ ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPI പുത്തൂർ ലോക്കൽ സെക്രട്ടറി TS മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ, അഖിൽ PS, VV ശശികുമാർ, ബ്രാഞ്ച് സെക്രട്ടറി രാമകൃഷ്ണൻ തോപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഏങ്കക്കാട് KSEB ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനക്ഷമമാക്കണമെന്ന് KSEB ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴയിൽ നടക്കുന്ന 38ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന തൃശൂർ ജില്ലാ സമ്മേളനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് NT ബേബി അധ്യക്ഷത വഹിച്ചു. CVR ചിറ്റിലപ്പള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, KSEB സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പിള്ള മുഖ്യാതിഥികളായി. TN വെങ്കിടേശ്വരൻ, KS ജോർജ്, K സൈനുദ്ദീൻ, MB രാജേഷ്, A സൈഫുദ്ദീൻ, M മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സമ്മേളന നടപടികളുടെ ഭാഗമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി P ബാലകൃഷ്ണപിള്ള സംഘടന റിപ്പോർട്ടും വാർഷിക റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി KR ദിവാകരനും ജില്ലാ ട്രഷറർ TK വേണുഗോപാൽ കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി AV ഫ്രാൻസിസ്, AB മുഹമ്മദ് സഗീർ, AK ആന്റണി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു.
ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ സംഗീത സാക്ഷരതാ യജ്ഞം ഓഗസ്റ്റ് 19, 20, 21 തീയതികളിൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 19 മൃദംഗവാദകൻ ഡോക്ടർ കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓഗസ്റ്റ് 20 ഹാർമണി പെർഫോമിംഗ് ഗ്രൂപ്പിന്റെ ഗാനാഞ്ജലി, ഓഗസ്റ്റ് 21 തബലവാദകരുടെ പ്രത്യേക പരിപാടി, തുടർന്ന് വിവിധ പരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ജിമ്മി മാത്യു, KR അജയ് ഘോഷ്, TV ശിവൻ, MP സുരേഷ്, P അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുസെത്താം ഒരു വേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ, ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ, വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. സേവാഭാരതി മാടക്കത്തറ സമിതിയുടെ വാർഷിക പൊതുയോഗം ഓഗസ്റ്റ് 18 പൊങ്ങണങ്കാട് SNDP ഹാളിൽ നടന്നു. സമിതി പ്രസിഡന്റ് ഹരിദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് ട്രഷറർ ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ശ്രീജൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സേവാഭാരതി ജില്ലാ സെക്രട്ടറി രാമപ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ധർമ്മപാലൻ, RSS പുത്തൂർ കാര്യവാഹക് സരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സമിതി ജോയിന്റ് സെക്രട്ടറി വിനീഷ് നന്ദിയും രേഖപ്പെടുത്തി. അങ്കണവാടിയിൽ നിന്നും പാമ്പിനെ പിടികൂടി. തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ഡിവിഷനിലെ 44-ാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിനുള്ളിലെ അലമാരയ്ക്ക് സമീപം പാമ്പിനെ പിടികൂടി. അങ്കണവാടി പരിസരം വൃത്തിരഹിതമാണെന്നും കോർപ്പറേഷൻ അധികൃതർ വൃത്തിയാക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഓമിക്സ് വിദഗ്ധർ ഓഗസ്റ്റ് 23, 24 തീയതികളിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ സമ്മേളിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ 250-ലധികം പ്രതിനിധികളും 21 പ്രമുഖ ശാസ്ത്രജ്ഞരും മെഡിക്കൽ വിദഗ്ധരും പ്രഭാഷണം നടത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ISRO ഡയറക്ടർ ഡോക്ടർ ജയൻ മൂർത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ, ഫാദർ പോൾ ചാലിശ്ശേരി, ഡോക്ടർ DM വാസുദേവൻ, PR വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹമഠത്തിൽ തൃക്കൂർ സുരേഷ് വാദ്യരുടെ നേതൃത്വത്തിൽ തമിഴ് ബ്രാഹ്മണരുടെ യജൂർ ഉപാകർമ്മം നടന്നു. രാവിലെ യജ്ഞ ഉപവീതം, ബ്രഹ്മയജ്ഞം, ദർപ്പണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ചടങ്ങിന് ബ്രാഹ്മണ സഭ ജില്ലാ പ്രസിഡന്റ് S ശിവരാമകൃഷ്ണൻ, S കൃഷ്ണമൂർത്തി, ഹരിശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാളെ ഇതിന്റെ തുടർച്ചയായി ഗായത്രി മന്ത്രം ജപവും ഉണ്ടാവും. വയനാടിന്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേരുവാൻ ജനകീയ സോപ്പ് കട തുറന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക്
വെച്ചു നൽകുന്ന 30 വീടുകൾക്ക് തുക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മാതൃകാപരമായ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. യൂത്ത് കോൺഗ്രസ് തിക്കുങ്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിക്കുങ്കര ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് AR കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ PT മണികണ്ഠനെ ആദ്യ വിൽപ്പന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ കൈമാറി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PJ രാജു അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ, VJ ജമാൻ, ഷെരീഫ്, സനൽ സണ്ണി, അക്സാൻ ഷൈഖ്, റോജിൻ, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ, പ്രവർത്തകരായ കുട്ടൻ മച്ചാട്, TV പൗലോസ്, KR സന്ദീപ്, വിനോദ് മാടവന തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. സംസ്ഥാന ഹോർട്ടി മിഷന്റെ കൂൺഗ്രാമം പദ്ധതി മണ്ണുത്തി കർഷക ഭവനിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ സമർപ്പിച്ച അപകീർത്തി കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കോടതി ജാമ്യം അനുവദിച്ചു. നടത്തറ പഞ്ചായത്തിൽ സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് നിർവഹിച്ചു. കോരംകുളം മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇല്ലം നിറ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.